17. കീർത്തി തന്റെ പ്രവൃത്തിയിലെ തെറ്റും ശരിയും എന്താണെന്ന് ആലോചിച്ച് മുറിയിൽ കിടന്നു. ഞാൻ എന്താ ചോദിച്ചത്? അറ്റ്ലീസ്റ്റ് എന്റെ ഭർത്താവിനോട് സംസാരിക്കാനല്ലേ, അയാളുടെ വിവരങ്ങൾ അറിയാനല്ലേ. അതുപോലും ഇവിടെ ഉള്ളവർക്ക് ചെയ്തു തരാൻ പറ്റില്ലേ? കീർത്തി കരഞ്ഞുകൊണ്ട് ചിന്തിച്ചു. അവളുടെ കണ്ണുനീർ അവളുടെ കവിളിൽ എത്തിയിരുന്നു. അവൾ നൽകിയ ഭീഷണി പ്രകാരം ഇന്ന് ആ വീട്ടിലെ അവസാന രാത്രിയായിരുന്നു. എന്നെ പോവാൻ അനുവദിക്കോ? ആർക്കറിയാം, തന്റെ തെറ്റ് മറച്ചു വെക്കാൻ ചീഫ് എന്നെ പോവാൻ സമ്മതിക്കാതെ തടഞ്ഞേക്കാം. കാരണം ഞാൻ വീട് വിട്ടു പോയാ അയാളുടെ ജോലിയുടെ കാര്യം തീരുമാനമാകും. അതുകൊണ്ട് എന്നെ തടയാൻ അവര് സാധ്യമായതെല്ലാം ചെയ്യും. പക്ഷെ ഞാനും ഒരു സാധാരണ പെൺകുട്ടിയല്ലേ. എന്റെ ഇഷ്ടം നടക്കാൻ ഞാൻ എല്ലാവരുമായും വഴക്കിടും. അതുറപ്പാ. ഞാൻ വഴക്കിടുന്നത് എന്റെ സ്നേഹത്തിന് വേണ്ടി. കീർത്തി നാളെ നടക്കാനിടയുള്ള കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. ഇതുവരെയുള്ള അവളുടെ ജീവിതത്തിൽ അവൾക്ക് തന്റെ തീരുമാനങ്ങളിൽ തീർച്ചയായും സംശയം നിറഞ്ഞതായിരുന്നു. എന്നാൽ അവളുടെ ഒരു ഗുണം മറ്റുള്ളവരുടെ മുന്നിൽ തന്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നതാണ്. ഇന്നും അവൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഇതൊക്കെ ഞാൻ വരുണിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പോ വരുണിനെ അറിയിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അതെങ്ങനെ ശരിയാവും? കരാറിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോവാ? പക്ഷെ എനിക്ക് സംസാരിക്കണം. എന്ത് സംഭവിച്ചാലും വരുന്നിടത്ത് വെച്ച് കാണാം. കീർത്തിയുടെ വിഷമം കൂടിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ കീർത്തി ഉണർന്നപ്പോൾ വീട്ടിൽ മരണമൂകത. എപ്പോഴെങ്കിലും ഒരിക്കൽ ആ വീട് വിട്ടു പോകണമെന്ന സത്യം കീർത്തി കുറച്ചു നാളായി മറന്നിരുന്നു. പക്ഷേ ഈ ചുറ്റുപാട് അവളെ എല്ലാം ഓർമ്മിപ്പിച്ചു. വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയ കീർത്തിക്ക് പെട്ടെന്ന് താഴെ നിന്ന് വാഹനങ്ങളുടെ ശബ്ദം കേട്ടതായി തോന്നി. അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് ഓടി. ഇത് വരുണിന്റെ വണ്ടിയാ എന്നുറക്കെ പറഞ്ഞ് ഫുൾ സ്പീഡിൽ ഇറങ്ങി ഓടി. അതെ, അത് വരുണിന്റെ കാറായിരുന്നു. അന്ന് കീർത്തി ഇങ്ങനെ ഒരു സർപ്രൈസ് പ്രതീക്ഷിച്ചിരുന്നില്ല. വരുൺ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് കീർത്തി ചാടി വീഴുകയായിരുന്നു. എന്നാൽ വരുൺ ആകെ മാറിയതുപോലെ തോന്നി. അവിടെ നിന്നും പോകും മുൻപ് കീർത്തി അവന്റെ കണ്ണിൽ കണ്ടത് ഇപ്പോൾ അവന്റെ കണ്ണുകളിൽ കണ്ടില്ല. ആ തിളക്കം, സൗമ്യത എല്ലാം നഷ്ടപ്പെട്ടു. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. ആകെ നിർവികാരത മാത്രം. അവനെ കണ്ടതും കീർത്തിക്ക് വല്ലാത്ത പേടി തോന്നി തുടങ്ങി. എന്തോ സംഭവിച്ചിട്ടുണ്ട്. വരുൺ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കീർത്തി മനസ്സിൽ ആലോചിക്കുകയായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം വരുൺ കീർത്തിയെ ഒന്നുപോലും നോക്കിയില്ല. അവൻ നേരെ തന്റെ സ്റ്റഡി റൂമിൽ പോയി വാതിൽ അടച്ചു പൂട്ടി. വരുണിനെ അങ്ങനെ കണ്ടതിന് ശേഷം കീർത്തി തീർച്ചയായും അസ്വസ്ഥയായിരുന്നു. എന്നാൽ വരുണിന്റെ വരവോടെ വലിയൊരു ദുരന്തം ഒഴിവായതിൽ വീട്ടിലെ ബാക്കിയുള്ളവർ സന്തോഷിച്ചു. സഞ്ജുട്ടാ, എന്താ കാര്യം? പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചോ? എന്തേ വരുൺ ഇങ്ങനെ എന്നെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ? കീർത്തി സഞ്ജുവിനോട് ചോദിച്ചു. സഞ്ജുവും വരുണിനൊപ്പം പോയി തിരിച്ചു വന്നിരുന്നു. അതിനാൽ വരുൺ എന്തുകൊണ്ടാണ് അങ്ങനെ മാറിയതെന്ന് അവൻ അറിയുമെന്ന് കീർത്തി പ്രതീക്ഷിച്ചു. പ്രശ്നമൊന്നുമില്ല, ബിസിനസ് കാരണം എന്തെങ്കിലും ടെൻഷനിലായിരിക്കും. സഞ്ജു ആ കാര്യം നിസ്സാരവൽക്കരിച്ചു. സഞ്ജു തന്നോട് സത്യം പറയുന്നില്ലെന്ന് കീർത്തിക്ക് അറിയാമായിരുന്നു. പക്ഷേ അവൾക്ക് എന്തു ചെയ്യാൻ കഴിയും? അവൾ പിന്നെ അവനോട് ഒന്നും ചോദിച്ചില്ല. അവൾ നേരെ കിച്ചണിലേക്ക് പോയി. കുറുപ്പേട്ട, നിങ്ങളുടെ വരുൺ സാറ് വളരെ കാലത്തിന് ശേഷം വീട്ടിൽ വന്നതല്ലേ, അദ്ദേഹത്തിന് നല്ലത് വല്ലതും ഉണ്ടാക്കണ്ടേ? ഞാൻ ഉണ്ടാക്കാം. ഇന്ന് കുറുപ്പേട്ടന് റെസ്റ്റ്. ഇന്ന് അവൾ സന്തോഷവതിയായിരുന്നു. വരുണിന് വേണ്ടി പൂരിയും ഉരുളക്കിഴങ്ങ് മസാലയും ഉണ്ടാക്കാൻ തുടങ്ങി. കീർത്തി പാചകം പൂർത്തിയാക്കി അടുക്കളയിൽ നിന്ന് അവനെ വിളിക്കാൻ വന്നപ്പോൾ കുറുപ്പേട്ടൻ അവളോട് പറഞ്ഞു, മാഡം, സാറ് പോയി. പോയോ? എവിടെ? 2 മണിക്കൂർ മുമ്പ് ഇങ്ങ് വന്നല്ലേ ഉള്ളൂ. അതെ മാഡം, അദ്ദേഹം 1/2 മണിക്കൂർ മുൻപ് പോയി. സഞ്ജു സാറും കൂടെ ഉണ്ടായിരുന്നു. കീർത്തി അത്ഭുതപ്പെട്ടു. വരുൺ വീട്ടിൽ വന്നിട്ടും അവളെ ഒന്ന് കാണാതെയും സംസാരിക്കാതെയും എങ്ങോട്ടോ വീണ്ടും പോയിരിക്കുന്നു. ഭക്ഷണത്തിന്റെ സമയത്ത് അദ്ദേഹമായി കുറച്ച് സംസാരിക്കാന്ന് ഞാൻ കരുതി. പക്ഷെ ഈ വീട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും? എന്നോട് ആരും ഒന്നും പറയുന്നില്ല. പിന്നെ വരുണിന്റെ ഈ പെരുമാറ്റം എന്നെ നല്ലോണം വിഷമിപ്പിക്കുന്നുണ്ട്. കീർത്തി പിറുപിറുത്തു. മാഡം എന്തെങ്കിലും പറഞ്ഞോ? കീർത്തി പിറുപിറുക്കുന്നത് അയാൾ കേട്ടിരുന്നു. ഒന്നുമില്ല, കുറുപ്പേട്ടൻ പോയിക്കോ. കീർത്തി എന്തോ ആലോചിച്ചു പറഞ്ഞു. ഇവിടത്തെ അപരിചിതമായ ചുറ്റുപാടുകളെ പോലും പ്രസന്നമാക്കിയ പെൺകുട്ടിയായിരുന്നു അവൾ. അവളുടെ സ്വഭാവം കൊണ്ട് അവൾ വരുണിനെ പോലും പലതവണ ശാന്തനാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് അവൾ വിഷമിച്ചു. പാചകം ചെയ്യുമ്പോൾ അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ വരുൺ പോയ വാർത്ത കേട്ടപ്പോൾ അവളുടെ വിശപ്പ് കെട്ടിരുന്നു. അപ്പോഴാണ് സെക്യൂരിറ്റി ചീഫ് അകത്തേക്ക് വന്നത്. കിടപ്പുമുറിയിലേക്കോ പഠനമുറിയിലേക്കോ പോകുന്നത് വരെ കീർത്തിയെ നിരീക്ഷിക്കാൻ വരുൺ വ്യക്തമായി പറഞ്ഞിരുന്നു.
വീട്ടിലെ വേലക്കാരെ പോലും വരുണിന് വിശ്വാസമില്ലായിരുന്നു എന്നതാണ് യഥാർത്ഥ കാര്യം. ഇത്തവണയും പോയപ്പോ വരുൺ നമ്പർ തന്നില്ലേ? എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞില്ലേ? കീർത്തി അയാളോട് ചോദിച്ചു. ഇല്ല മാഡം, എനിക്ക് സാറിനോട് സംസാരിക്കാൻ എവിടെ നിന്ന് അവസരം ലഭിച്ച്? അദ്ദേഹം വന്ന് ഉടനെ തിരിച്ചുപോയി. 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് വരുണിന്റെ നമ്പർ വേണം, അല്ലെങ്കിൽ അപ്പൊ കാണാൻ എന്ത് സംഭവിക്കുമെന്ന്. കീർത്തി അയാളെ ഭീഷണിപ്പെടുത്തി. മാം, ഇത് സാറിന്റെ നമ്പറാണ്. പക്ഷെ സാറ് സംസാരിക്കാൻ തയ്യാറാവില്ല. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ വിളിക്കാൻ സാധിക്കൂ. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ കേൾക്കുന്നത് ഇതാ. ആരും എന്നെ പ്രോട്ടോകോൾ പഠിപ്പിക്കുന്നു. ഒരാൾ എന്നോട് സുരക്ഷയുടെ കഥ പറയുന്നു. പക്ഷെ ആരും എന്നെയോ എന്റെ അവസ്ഥയോ മനസ്സിലാക്കുന്നില്ല. കീർത്തി സങ്കടത്തോടെ പറഞ്ഞു. മാം, ഞങ്ങളും നിസ്സഹായരാണ്. അയാളും നിസ്സഹായ സ്വരത്തിൽ മറുപടി പറഞ്ഞു. പോട്ടെ, നിങ്ങളൊന്നും ചെയ്യണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അയാളെ ഭീഷണിപ്പെടുത്തി പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് പടികൾ കയറിപ്പോയി. അവൾ നേരെ പഠനമുറിയിൽ പോയി. മുറിയിൽ കയറി വാതിൽ വലിച്ചടച്ചു. ചീഫ് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്നു. അയാൾ വേഗം കീർത്തിയുടെ വാതിലിൽ വന്ന് മുട്ടി. മാം, വാതിൽ തുറക്കൂ. ദയവ് ചെയ്ത് പറയുന്നത് കേൾക്ക്. സാറിനെ വിളിക്കാൻ പറയില്ലേ പ്ലീസ്. എനിക്കത് പ്രശ്നമായതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അയാൾ തന്റെ അവസ്ഥ അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഉള്ളിൽ കരയുന്ന കീർത്തിയിൽ ഇതൊന്നും ഒരു മാറ്റവും വരുത്തിയില്ല. അവൾക്ക് വരുണിനോട് സംസാരിക്കണം. പക്ഷെ അതിന് ആരും അവളെ സഹായിച്ചില്ല. കൃഷ്ണ, എന്തിനാ എന്നോട് ഇങ്ങനെ? വരുൺ തട്ടിക്കൊണ്ടു പോയവിടെ വന്ന് എന്നെ രക്ഷിച്ചു. ആശുപത്രി കൊണ്ടുപോയി. ഒരു വേദനയും സഹിക്കാതിരിക്കാൻ കുളിക്കാൻ പോലും എന്നെ സഹായിച്ചു. പക്ഷെ ഇന്ന് എന്നെ തിരിച്ചറിയാത്തതുപോലെ എന്തുകൊണ്ട് എങ്ങനെ പെരുമാറുന്നത്? ഞാൻ എത്ര കഷ്ടപ്പെട്ടത്, എല്ലാം വെറുതെയായി. ഇത് പറയുമ്പോഴും കീർത്തി കരഞ്ഞുകൊണ്ടിരുന്നു. പുറത്തു നിൽക്കുന്ന സെക്യൂരിറ്റി ചീഫിന് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൻ ഉടനെ ഓടി മുത്തശ്ശന്റെ അടുത്തേക്ക് പോയി. സാർ, മാം മുറിക്കുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. എത്ര സംസാരിച്ചിട്ടും വാതിൽ ഓർക്കുന്നില്ല. ഇപ്പൊ എന്താ സംഭവിച്ചത്? വരുൺ വന്നോ? വർമ്മ പെട്ടെന്ന് അവനെ കണ്ട് അമ്പരന്ന് ചോദിച്ചു. അതെ സർ, വരുൺ സാർ വന്നിരുന്നു. പക്ഷെ അദ്ദേഹം ഉടനെ തന്നെ തിരിച്ചുപോയി. മാമിനോടൊന്നും സംസാരിക്കാൻ നിന്നില്ല. പക്ഷെ ഇപ്പോ മാം അദ്ദേഹത്തിന്റെ നമ്പർ തരാൻ പറയുന്നു. ഞാൻ എങ്ങനെ അവർക്ക് നമ്പർ കൊടുക്കും? വരുൺ സാറിന്റെ സ്വഭാവം അറിയാലോ. അയാൾ ആശങ്കയോടെ പറഞ്ഞു. വരുൺ കീർത്തിയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ വന്നപ്പോൾ അത് ചെയ്തിരുന്നേനെ. പക്ഷേ അതിന് മുതിരാത്ത സ്ഥിതിക്ക് എന്തായാലും കീർത്തി ഫോണിൽ വിളിച്ചാൽ പ്രശ്നമാകുമെന്ന് വർമ്മയ്ക്ക് തോന്നി. സാരമില്ല, ഞാൻ ഒന്ന് പോയി സംസാരിക്കാം. വർമ്മ വേഗം തന്നെ കീർത്തിയുടെ റൂമിനടുത്തേക്ക് പിറുപിറുത്തുകൊണ്ട് നടന്നു. ഈ വീടിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഒന്ന് ഒഴിയുമ്പോഴേക്കും അടുത്ത പ്രശ്നം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. മോളെ കീർത്തി, വാതില് തുറന്നേ. മുത്തശ്ശൻ ഒരു കാര്യം പറയട്ടെ. ഒന്നിന്റെ പുറകെ ഒന്നായി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ നിൽക്കല്ലേ. നിനക്ക് പറയാനുള്ളതൊക്കെ വരുൺ തിരിച്ചെത്തിയ ശേഷം സംസാരിക്കാമല്ലോ. ഇപ്പൊ തന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്തിനാ വെറുതെ മറ്റുള്ളവരെ നിർബന്ധിക്കുന്നേ? അവന് കുഴപ്പമൊന്നുമില്ലാന്ന് അറിഞ്ഞല്ലോ, നേരിട്ട് കണ്ടില്ലേ. നല്ല കുട്ടിയല്ലേ, വാശി പിടിക്കാതിരിക്കൂ. കീർത്തിയുടെ മുറിയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് മുത്തച്ഛൻ പറഞ്ഞു. പുറത്തുള്ള എല്ലാവരുടെയും ശബ്ദം അവൾക്ക് കേൾക്കാമായിരുന്നു. പക്ഷേ അവൾ പ്രതികരിച്ചില്ല. സർ, കീർത്തി മാം മിണ്ടുന്നില്ലല്ലോ. ഇനി മാമിന് എന്തെങ്കിലും സംഭവിച്ചാ വരുൺ സാർ എന്നെ വെച്ചേക്കില്ല. ഞാൻ ഇനി എന്താ ചെയ്യാ? അദ്ദേഹത്തിന്റെ ദേഷ്യം ഓർക്കാൻ കൂടി വയ്യ. കീർത്തി പ്രതികരിക്കാതെ ആയതും ചീഫ് വരുണിന്റെ പ്രതികരണം ആലോചിച്ച് മാനസികമായി തളർന്നു തുടങ്ങി. താനൊന്നും മിണ്ടാതിരിക്കോ? വെറുതെ മനുഷ്യനെ ആദ്യ പിടിപ്പിക്കാൻ. അസംബന്ധം പറയുന്നത് ഒന്ന് നിർത്തോ? മുത്തശ്ശൻ അയാളെ ശകാരിച്ചു. അയാൾ പിന്നെയും കീർത്തിയെ അനുനയിപ്പിക്കാൻ തുടങ്ങി. വാതിൽ തുറക്കും മോളെ. എല്ലാവരും ഇവിടെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നോക്കിയേ. ദയവേത് ഞങ്ങളുടെ നിസ്സഹായത കൂടി മനസ്സിലാക്ക്. ഇവർക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ നടത്തി തരില്ലേ? വർമ്മ അയാളുടെ കഴിവിന്റെ പരമാവധി അവളെ സമാധാനിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു. കൂട്ടത്തിൽ ചീഫും. ഇവരെ കൂടാതെ വീട്ടിലെ എല്ലാ ജോലിക്കാരും പുറത്തു നിൽക്കുന്ന കാവൽക്കാരു പോലും കീർത്തിയുടെ മുറിക്ക് പുറത്ത് വന്ന് അവളോട് അഭ്യർത്ഥിച്ചെങ്കിലും അവൾ വഴങ്ങിയില്ല. കീർത്തി വാതിൽ അടച്ചിരിക്കാൻ തുടങ്ങിയിട്ട് 5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ മുതൽ മുത്തച്ഛനും മറ്റുള്ളവരും അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. മോളെ, എന്നെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് വയസ്സായി. നിനക്ക് വേണ്ടി ഞാൻ എത്ര നേരമായി ഇവിടെ കാത്തു നിൽക്കുന്നു. ദയവ് ചെയ്ത് വാതിൽ തുറന്ന് പുറത്തു വാ. ഇവിടെ ആരും നീ വരുന്നതും കാത്ത് ഇതുവരെയും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. മുത്തച്ഛൻ തളർന്ന സ്വരത്തിൽ കീർത്തിയോട് ഒരിക്കൽ കൂടി പറഞ്ഞു. അത് കേട്ടതും ഈ സമയം വരെയും താൻ മുത്തച്ഛനെ പീഡിപ്പിക്കുകയാണെന്ന് കീർത്തിക്ക് തോന്നി.
അവൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങി. ഈ ആളുകൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? നീ എന്തിനാ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? വരുൺ ആവശ്യപ്പെടുന്നത് മാത്രമല്ല അവർക്ക് ചെയ്യാൻ പറ്റൂ. നിനക്കും അതേ പറ്റൂന്നറിയാം. നീ എപ്പോ മുതലാ കീർത്തി ഇത്ര മോശമായത്, സ്വാർത്ഥയായത്? അവൾ സ്വയം ശപിച്ചു. അവൾ പോയി വാതിൽ തുറന്നു. ആ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി. കീർത്തിയെ കണ്ടപ്പോൾ വർമ്മയുടെയും മറ്റെല്ലാവരുടെയും മുഖത്ത് ആശ്വാസവും സമാധാനവും വ്യക്തമായി. എന്നോട് എല്ലാവരും ക്ഷമിക്കണം. ഞാൻ നിങ്ങളെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടിച്ചല്ലേ? കീർത്തി കൈകൾ കൂപ്പി എല്ലാവരോടുമായി പറഞ്ഞു. സാരമില്ല മോളെ, നീ വാതിൽ തുറന്ന് പുറത്തു വന്നല്ലോ. നീ ബുദ്ധിമോശം വല്ലതും കാണിക്കുമെന്ന് ഞങ്ങൾ പേടിച്ചു. അത് പറയുമ്പോൾ മുത്തച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കീർത്തിക്ക് സങ്കടം തോന്നി. അവൾ മുന്നോട്ട് നീങ്ങി മുത്തച്ഛന്റെ കയ്യിൽ പിടിച്ചു. നോക്കു മുത്തശ്ശ, ഞാനിപ്പോ ഓക്കെ ആയിട്ടുണ്ട്. നേരത്തെ എന്റെ വിവരക്കേട് കൊണ്ട് നിങ്ങളെയൊക്കെ ഇത്രയധികം മണിക്കൂർ നിൽക്കാൻ കാരണമാക്കിയതിന് സോറി. കീർത്തി വിഷമത്തോടെ അയാളോട് ക്ഷമ പറഞ്ഞു. ശരി ശരി, പക്ഷെ ഇനി ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടല്ലോ. ശരി, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. വാക്ക്. വാ, ഭക്ഷണം കഴിച്ച് നീയും വിശ്രമിക്ക്. ഞാനും പോവാ. ഇപ്പൊ തന്നെ സമയം രാത്രിയായി. മുത്തച്ഛൻ കീർത്തിയോട് പറഞ്ഞു. എല്ലാവരും അവിടെ നിന്ന് പോയി. കീർത്തി ഭക്ഷണം കഴിച്ച ശേഷം അവളുടെ മുറിയിൽ വന്നുറങ്ങി. രാത്രി 12 മണിയായപ്പോൾ ഒരു കറുത്ത കാർ വരുണിന്റെ വീടിന് പുറത്തു നിന്നു. വരുൺ ആയിരുന്നെങ്കിലും ഇന്ന് വേറെ വാഹനത്തിലാണ് വന്നത്. ചീഫ് വരുണിന്റെ അടുത്തേക്ക് ഓടി വന്നു. എന്താ സംഭവിച്ചത്? കീർത്തി അവിടെ? വരുൺ വന്നതും ആദ്യത്തെ ചോദ്യം ചോദിച്ചു. സർ, മാഡം ഉറങ്ങാ. ഇവിടെ സംഭവിച്ചത്? വരുൺ ആശ്ചര്യത്തോടെ ചോദിച്ചു. സർ, മാഡം മുറിയിൽ പൂട്ടിയിരിക്കായിരുന്നു. 5 മണിക്കൂർ കഴിഞ്ഞിട്ടും ആള് വാതിൽ തുറന്നില്ല. ഒരു അനിഷ്ട സംഭവം ഉണ്ടാകരുതെന്ന് കരുതിയാ ഞാൻ വിളിച്ചത്. എന്തിനാ അയാൾ മുറിയിൽ പൂട്ടിയിരുന്ന്? വരുൺ വീണ്ടും വീണ്ടും ചോദിച്ചു. സർ, മാഡം നമ്പർ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സാറിന്റെ സെക്യൂരിറ്റി റീസൺ ഉള്ളതിനാൽ ഞങ്ങൾക്ക് ഇത് നൽകാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ ദേഷ്യപ്പെട്ട് മുറിയിൽ കയറി വാതിലടച്ച് പൂട്ടി. സാറിനെ വെറുതെ വിളിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് അവര് കേൾക്കുന്നില്ലായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് ചീഫ് ബാക്കി പറയാൻ മടിച്ചു നിന്നു. നീ എന്ത് പറഞ്ഞു? സീരിയലിൽ അഭിനയിക്കുന്നത് പോലെ എന്തിനാണ് കാര്യങ്ങൾ പറയുന്നത്? നിനക്ക് വാക്കുകൾ പെട്ടെന്ന് പുറത്തു വരുന്നില്ലേ? അയാളുടെ വിക്കൽ കണ്ട് വരുൺ ശകാരിച്ചു. സർ, മാം ആകെ സങ്കടത്തില് വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നേരിൽ കണ്ട തല്ലൂന്നൊക്കെ. അയാൾ ഇത് പറഞ്ഞുകൊണ്ട് താഴേക്ക് നോക്കി. വരുൺ ദേഷ്യപ്പെടുമോ എന്ന് അയാൾ ഭയന്നു. എന്നാൽ വരുണിന്റെ മുഖത്ത് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിലും അടുത്തു നിന്ന സഞ്ജു പൊട്ടിച്ചിരിച്ചു. ഓഹോ, ഇപ്പൊ സംഗതി അടിപൊളിയാണല്ലോ. എന്തായാലും കൊള്ളാം. സഞ്ജു വരുണിനെ പരിഹസിച്ചു. വരുൺ അവന്റെ വാക്കുകൾ അവഗണിച്ചു. ഓക്കെ, താമസിക്കോ. പക്ഷെ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേ. വരുൺ അയാളെ ഉപദേശിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. സഞ്ജു, നമുക്ക് കീർത്തിയെ ഒന്ന് കാണാം, എന്നിട്ട് പോവാം. വരുൺ സഞ്ജുവിനോട് പറഞ്ഞു. ഇരുവരും കിടപ്പുമുറിയിൽ എത്തിയപ്പോൾ കീർത്തി ഉറങ്ങുകയായിരുന്നു. വരുൺ കീർത്തിയെ കണ്ണിമയ്ക്കാതെ നോക്കുന്നുണ്ടായിരുന്നു. ഉറക്കത്തിൽ അവൾ വളരെ നിഷ്കളങ്കയായി കാണപ്പെട്ടു. ബോസ്, വേഗം പുറത്തു പോവാം, അല്ലെങ്കിൽ അവൾ ഉണർന്ന് ഇന്നത്തെ പണി കഴിഞ്ഞു. സഞ്ജുവിന്റെ ശബ്ദം വരുണിന്റെ ശ്രദ്ധ അവളിൽ നിന്ന് തിരിച്ചു. രണ്ടുപേരും കിടപ്പുമുറിയിൽ നിന്ന് ഇറങ്ങി. കീർത്തിയുടെ ഉറക്കം മനസ്സിൽ വെച്ചുകൊണ്ട് വരുൺ വളരെ സൗമ്യമായി വാതിലടച്ചു. രാവിലെ കീർത്തി ഉണർന്നപ്പോൾ വരുൺ വന്നിട്ടുണ്ടെന്ന് ചീഫ് പറഞ്ഞു. വരുൺ ഇന്നലെ വന്നോ? എന്നിട്ട് എന്നാ എന്നെ ഉണർത്താഞ്ഞത്? ഏയ് മാഡം, വരുൺ സാറിന് എവിടെ പോവാനുണ്ടായിരുന്നു. ഞാനിത് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി വന്നതാ. കീർത്തിയുടെ മുന്നിലേക്ക് ഫോൺ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഫോൺ കണ്ട് കീർത്തി ഞെട്ടി. അവൾ ഉടൻ തന്നെ ഫോൺ എടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ വരുണിന്റെ നമ്പർ സേവ് ചെയ്തതായി കണ്ടെത്തി. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൾ ഓടി കിടപ്പുമുറിയിലേക്ക് മടങ്ങി. വരുണിനെ വിളിച്ചാലോ? വേണ്ട, ആള് ചിലപ്പോ തിരക്കിലായാലോ? ഇല്ല, തിരക്കിലാണെങ്കിൽ എന്താ, ഞാൻ ഭാര്യയല്ലേ. വിളിക്കുക എന്നത് എന്റെ അവകാശം. എത്ര ദിവസമായി ഒന്ന് സംസാരിച്ചിട്ട്. ഇങ്ങനെ ചിന്തിച്ച് കീർത്തി വരുണിനെ ഡയൽ ചെയ്തു. ഹലോ. വരുണിന്റെ കനത്ത ശബ്ദം കേട്ട് ഇത്രയും സന്തോഷിക്കുമെന്ന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വരെയും കീർത്തി കരുതിയിരിക്കില്ല. പക്ഷേ അവൾ വളരെ സന്തോഷവതിയായിരുന്നു. ഹലോ, എവിടെയാ? ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, കീർത്തി പറഞ്ഞു. മറുവശത്ത് വരുണിന് ഇതിനുത്തരമില്ലായിരുന്നു. അതേ നിശബ്ദതയോടെ പ്രതികരിക്കാൻ കഴിഞ്ഞു. എന്തിനാ എന്നോട് പറയാതെ പോയത്? എന്നിട്ട് രാത്രി വന്നിട്ട് എന്നെ ഉണർത്തായിരുന്നല്ലോ. അത് കുറച്ച് ജോലി തിരക്കിലായിരുന്നു, എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വന്നു, വരുൺ പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് ഫോൺ തന്നെ കട്ട് ചെയ്തു. കീർത്തി പിന്നെ ഫോൺ വിളിക്കാൻ നിന്നില്ല. മറുവശത്ത് വരുണും മറ്റൊരു വികാരത്തിലൂടെ കടന്നു പോവുകയായിരുന്നു.
സുഖവിവരം അന്വേഷിക്കാൻ ആരും തന്നെ വിളിക്കുന്നത് അയാൾക്ക് ഇഷ്ടമായിരുന്നില്ല. ഫോണിൽ ജോലിയെക്കുറിച്ച് മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കീർത്തി ഇങ്ങനെ വിളിക്കുന്നത് അവന് വിചിത്രമായ ഒരു സന്തോഷമാണ് നൽകിയത്. അവന്റെ അടുത്തിരുന്ന സഞ്ജു ഇതെല്ലാം മനസ്സിലാക്കി ചിരിച്ചു. ഇപ്പോൾ കീർത്തിക്ക് വരുണിന്റെ നമ്പർ കൈവശം കിട്ടിയിരിക്കുന്നു. വരുൺ അവളുടെ കോൾ എടുക്കുകയും അവൾക്കായി താൻ സന്നിഹിതനാണെന്നും അറിയിച്ചിരിക്കുന്നു. യെസ്, ഒന്ന് സംസാരിച്ചല്ലോ. എനിക്ക് വിളിക്കാൻ ഫോണൊക്കെ തന്നല്ലോ. ഇനി ഞാൻ ഏറ്റു. വരുണിനെ വശീകരിക്കാൻ ഇനി മടിക്കില്ലെന്നും ദൗത്യം പൂർണ്ണമായി പൂർത്തിയാക്കിയ ശേഷമേ ശ്വാസം വിടൂ എന്നും അവൾ തീരുമാനിച്ചു. വരുണിനെ പ്രണയിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യാൻ അവൾ തീരുമാനിച്ചു. എന്നാൽ കീർത്തി പ്രതീക്ഷിത പോലെ ആകുമോ വരുണിന്റെ പ്രതികരണം? വരുണിനെ വശത്താക്കാൻ കീർത്തി ഇനി എന്തു ചെയ്യും? അവർ തമ്മിലുള്ള അകലം വീണ്ടും കുറയുമോ?